രാജ്യത്ത് ഉടൻ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടത്തിയ നീക്കം അതീവ നിഗൂഢത നിറഞ്ഞത് ആണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ആസാം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം, കേന്ദ്രഭരണ പ്രദേശമായ പുതുശ്ശേരിയിലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ വിജ്ഞാപനവും പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെയാണ് കോൺഗ്രസ് സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. കെ.സി. പറഞ്ഞത് കേന്ദ്ര സർക്കാർ വൻ ഗൂഢാലോചന നടത്തി എന്നാണ്. സാധാരണയുള്ള തെരഞ്ഞെടുപ്പ് കീഴ്വഴക്കങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന അതേ ദിവസം തന്നെ വിജ്ഞാപനവും പുറത്തുവിട്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ പിന്നിലെ ബി.ജെ.പിയുടെ ലക്ഷ്യം സുവ്യക്തമാണ് എന്നാണ് കോൺഗ്രസ് തുറന്നടിക്കുന്നത്. വെറും 20 ദിവസങ്ങൾ മാത്രമാണ് ഇനി രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിലുള്ളത്. ആ 20 ദിവസം സങ്കീർണങ്ങളായ ദിനങ്ങളായി പാർട്ടികൾക്ക് മാറുകയാണ്. ഇതിനിടയിൽ മാർച്ച് 21, 22 തീയതികൾ പൊതു അവധിയാവുന്നു. തുടർന്ന് വിശ്വാസികളായ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ആചാര ദിനങ്ങളായ ഹോളി വീക്കും വരുന്നു. ദുഃഖവെള്ളി അടക്കം വിഷുവും വരുന്നു. അങ്ങനെ അവധി ദിനങ്ങൾ കൂടി വരുന്നതോടെ പ്രചരണ ദിനങ്ങളുടെ എണ്ണവും തുലവും വിരളമായി മാറുകയാണ്. ഫലത്തിൽ വെറും 10 ദിവസം മാത്രമാണ് പ്രചരണത്തിന് മുന്നിലുള്ളത്. പ്രചരണ സമയം മനഃപൂർവ്വം വെട്ടിക്കുറച്ച് പ്രതിപക്ഷ നിരയെ തളർത്തുവാനുള്ള ഒരു ആസൂത്രണ നീക്കമായി ഇതിനെ കാണണമെന്നാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. മേൽപ്പറഞ്ഞ ആഘോഷ ആചാര ദിനങ്ങൾ കഴിഞ്ഞേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ വരൂ എന്നതായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷെ സംഭവിച്ചതോ നേരെ തിരിച്ചു. അതായത് കേരളത്തിലെ LDF ഭരണത്തിനും കേന്ദ്രത്തിലെ NDA ഭരണത്തിനും എതിരെ ശക്തമായ ജനവികാരം ആളിക്കത്തിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ കുറഞ്ഞ സമയപരിധി മതിയാകില്ല എന്ന കണക്കുകൂട്ടലിലാണ് ബി.ജെ.പിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ഈ നീക്കം. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 9-നാണ്. പിന്നീട് ദിവസങ്ങളുടെ ഇടവേളയിലാണ് രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും തെരഞ്ഞെടുപ്പ് നടക്കുക. നോക്കുക, ഒന്നാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസ്സിന് ഏറെ പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളായ കേരളം, ആസാം, പുതുശ്ശേരി എന്നീ സംസ്ഥാനങ്ങളിലാണ്. ഈ 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ദേശീയ നേതാക്കൾ അടക്കമുള്ളവരുടെ സാന്നിധ്യം കുറച്ച് കോൺഗ്രസിൻ്റെ പ്രചരണ തീവ്രത നിർജീവമാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഈ നീക്കം. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും കോൺഗ്രസിൻ്റെ സ്വാധീനം അത്രമേൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്കും മൂന്നാം ഘട്ടത്തിലേക്കും ആക്കിയതെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്നാൽ കോൺഗ്രസ് ഇത് മനസ്സിലാക്കി ഒരു മുഴം മുന്നിൽ നിന്നും ചതുരംഗപ്പലയിൽ കരുക്കൾ നീക്കിക്കഴിഞ്ഞു. പുറത്ത് പ്രചരിക്കുന്നത് പോലെ ആശയക്കുഴപ്പങ്ങളുടെ ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും വ്യക്തമാക്കിയത്. മുമ്പ് കോൺഗ്രസിൻ്റെ തീരുമാനം പോലെ തന്നെ എംപിമാർ ആരും മത്സരിക്കില്ല എന്ന കാര്യത്തിൽ മാറ്റമൊന്നും ഇല്ല. കോൺഗ്രസിൻ്റെ ആദ്യ പട്ടിക പുറത്തു വന്നു കഴിഞ്ഞു ഇന്നലെ. അതിൽ 55 സ്ഥാനാർത്ഥികളുടെ പേരാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കോൺഗ്രസ് 95, ലീഗ് 27, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 8, RSP 5, RMB 1, CMB 1, മാണി സി കാപ്പൻ്റെ KDPക്ക് 1, കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് അനൂപ് ജേക്കബിന് 1, തൃണമൂൽ കോൺഗ്രസിൻ്റെ PV അൻവറിന് ബേപ്പൂരും കൊടുത്തുകൊണ്ട് 140 സീറ്റുകൾ സഖ്യകക്ഷികൾക്കായി വീതിച്ചു നൽകി. UDFിൻ്റെ മുഖ്യ ഘടകകക്ഷിയായ ലീഗും കഴിഞ്ഞ ദിവസം തന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു. 2 വനിതകൾ ഉൾപ്പെടെ 27 സ്ഥാനാർത്ഥികളെയാണ് ലീഗ് ഇന്നലെ പുറത്തുവിട്ട ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ലീഗിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രതീക്ഷയുള്ള പ്രമുഖരായ നേതാക്കൾ തഴയപ്പെടുകയും അപ്രതീക്ഷിതരായ പുതിയ ആളുകൾ വരികയും വനിതാ പ്രാതിനിധ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുമാണ് ലീഗ് പട്ടിക ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. P.K. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തും വേങ്ങര KM ഷാജിയും മഞ്ഞളാംകുഴി അലി മങ്കടയിലും P.K. ഫിറോസ് കാസർഗോഡുമാണ് മത്സരിക്കുക. ലീഗിൻ്റെ 2 സീറ്റുകളാണ് ഇനി പുറത്ത് വരാനുള്ളത്. അത് 2 ദിവസത്തിനകം പുറത്തു വരുമെന്ന് ലീഗ് നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു. MK മുനീറിന് ഇത്തവണ സീറ്റില്ല എന്നതും ശ്രദ്ധേയമാണ്. ആരോഗ്യ കാരണങ്ങളാലാണ് MK മുനീർ മാറി നിൽക്കുന്നത്. വനിതാ പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ട് ഫാത്തിമ തെഹ്ലിയ പേരാമ്പ്രയിലും കൂത്തുപറമ്പിൽ ജയന്തി രാജനും സ്ഥാനാർത്ഥിയാകും. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് UDF സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ മുന്നിട്ടിറങ്ങിയത്. രണ്ടാം ഘട്ട ലിസ്റ്റ് ഇന്ന് പുറത്തിറങ്ങുന്നതോടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമാകുമെന്നാണ് UDF അറിയിച്ചത്. മുന്നിലുള്ള കുറഞ്ഞ ദിനങ്ങൾ അത് അതിനിർണായകമായി കണ്ട് UDFിൻ്റെ നീക്കം തീവ്രമാക്കി കഴിഞ്ഞു. 2 ടേം ഭരണത്തിൽ നിലനിൽക്കുന്ന LDFിൻ്റെ നയങ്ങളൊക്കെ തന്നെ അഴിമതിയിലും ധൂർത്തിലും സ്വജനപക്ഷപാതത്തിലും വിലക്കയറ്റത്തിലും ശബരിമല കൊള്ളയടക്കം ഉള്ള കാര്യങ്ങളിൽ കേരളം തീച്ചൂളയിൽ വലയുകയാണ് ഇപ്പോൾ.
അത് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടിയാകുമ്പോൾ UDF വിജയത്തിനുള്ള അനുകൂല സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. പത്രികാ സമർപ്പണം മാർച്ച് 16 മുതൽ മാർച്ച് 23 വരെയാണ്. സൂക്ഷ്മ പരിശോധന മാർച്ച് 24-ന്. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 26. വോട്ടെടുപ്പ് ഏപ്രിൽ 9-ന്. വോട്ടെണ്ണൽ മെയ് 4-നുമാണ് നടക്കുക. കേരളം തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇത്തവണ 4.24 ലക്ഷം പുതിയ വോട്ടർമാരാണ് കേരളത്തിൽ കന്നി വോട്ട് രേഖപ്പെടുത്തുന്നത്. ആകെ വോട്ടർമാരിൽ 1.38 കോടി പേർ സ്ത്രീകളാണ്. ഇനി തീവ്ര പ്രചരണത്തിൻ്റെ ദിനങ്ങളാണ്. അത് സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ശക്തരായ UDF സ്ഥാനാർത്ഥി പൂർണ്ണ പട്ടിക 2 ദിവസം കൊണ്ട് തന്നെ പുറത്തു വരുമെന്നാണ് അറിയുന്നത്. ചില അസ്വാരസ്യങ്ങൾ ഉയരുന്നുണ്ട് എങ്കിലും അതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ടീം UDFൻ്റെ വിജയ മന്ത്രണത്തിൽ മാത്രം ലക്ഷ്യം വെക്കാനാണ് UDFൻ്റെ ഇപ്പോഴത്തെ നീക്കം. അത് വൻ വിജയത്തോടു കൂടി സാധ്യമാകുക മാത്രമല്ല, കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന് തിരി തെളിയുകയും UDF അധികാരത്തിലേറുകയും ഇവിടെ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു അരാജകത്വത്തിൻ്റെ ലെവൽ മാറുകയും പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിക്കുന്ന പുതിയ ജനത്തിന് അത് ഏറ്റവും ഭാഗ്യമായ ഒരു അല്ലെങ്കിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് UDFൻ്റെ ഭരണം എത്തുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.